പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സ്നേഹമുള്ളവരെ, 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറബിലെത്തിയ ഏലിയ പ്രവാചകൻ ഒരു ഗുഹയിൽ വസിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഏലിയായോട് ചോദിക്കുന്നു: ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ പറഞ്ഞു: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിന് ഇരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. കർത്താവ് അരുൾ ചെയ്തു: നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനെ, കർത്താവിനോടൊപ്പം ആയിരിക്കുന്നവനെ ദൈവമായ കർത്താവ് സംരക്ഷിക്കും. സ്നേഹമുള്ളവരെ, ദൈവ സ്നേഹത്തെ പ്രതിയുള്ള തീക്ഷ്ണത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും: സമറിയാക്കാരൻ മുറിവേറ്റ മനുഷ്യന് വേണ്ടി തന്റെ സമയം മാത്രമല്ല, തനിക്ക് വേണ്ടി കൊണ്ടുവന്ന എണ്ണയും വീഞ്ഞും യാത്രാമൃഗവും പണവും എല്ലാം ചെലവഴിക്കുവാൻ തയ്യാറാകുന്ന ത്യാഗം. ഈ ത്യാഗം തീക്ഷ്ണമതികളിൽ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, നമുക്കിഷ്ടമുള്ളതും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമല്ല, പിന്നെയോ ദൈവത്തെ പ്രതിയും മനുഷ്യർക്ക് വേണ്ടിയും തീക്ഷ്ണതയുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം. ഓരോ മനുഷ്യരും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവരാകണം. ജ്വലിക്കുമ്പോൾ പ്രകാശം ഉണ്ടാവുകയും ഇരുട്ട് മാറ്റപ്പെടുകയും ചെയ്യും. നാം ആത്മാവിൽ ജ്വലിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരം മാറ്റപ്പെടുകയും ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിൽ നിറയുകയും ചെയ്യും. ഈ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കും. ഈ പരിശുദ്ധാത്മാവിൽ നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നാം താലോലിക്കുന്ന മാനുഷികതയുടെ, അഹന്തയുടെ സൗധങ്ങൾ നാം എടുത്തു മാറ്റണം. റോമ 12:11 ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആകാശവും ഭൂമിയും മാറിയാലും നമ്മുടെ കർത്താവിന്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളുടെ വാക്ക് നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് നൽകും. കർത്താവ് പറയുന്നു, അവിടുന്ന് പറഞ്ഞത് നിറവേറ്റുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടുകൂടി ഈ ഗാനം ഏറ്റുപാടാം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലും എന്റെ യേശു വാക്കുമാറാത്തവൻ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്ക് മാറുകയില്ല. നമ്മെ തകർക്കുന്ന ശത്രുവിന്റെ കരം നമ്മുടെ നേർക്ക് കടന്നു വന്നാലും, നമ്മുടെ ബന്ധുക്കൾ, സ്നേഹിതർ നമ്മെ ശത്രുക്കളെ പോലെ നമ്മോട് പെരുമാറിയാലും ഓർക്കുക, നാം തളരരുത്, പതറരുത്. കാരണം കർത്താവായ യേശുക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ഓർക്കുക, അവൻ ഇന്നും എൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടുകൂടി ഈ ഗാനത്തിന്റെ ഈരടികൾ ഏറ്റുപാടാം. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല,
വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഹല്ലേലൂയ. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. നമ്മുടെ ജീവിതത്തിൽ വേദനകളാകുന്ന കൊടുങ്കാറ്റ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, കടഭാരങ്ങൾ സകലത മാഞ്ഞിടിക്കുമ്പോൾ, ഹൃദയം നൊമ്പരപ്പെട്ട് നാം നിലവിളിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മെ വിധിക്കുമ്പോഴും ഓർക്കുക, നാം തളരരുത്. നാം പറയണം, ഒരിക്കലും ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ ഒരിക്കലും വീഴുകയില്ല. കാരണം സകലത്തെയും അതിജീവിച്ചവൻ, സകലത്തിന്റെ മേലും വിജയം വരിച്ചവൻ കർത്താവായ യേശു ഇന്ന് എൻ്റെ കൂടെയുണ്ട്. അവിടെ നിന്ന് എനിക്ക് വിജയം നൽകും. നമുക്ക് വിശ്വാസത്തോടുകൂടി പാട്ടുകൾ ഏറ്റുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഹല്ലേലൂയ. ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. സ്തോത്രം. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. ഹല്ലേലൂയ. ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുക. വിശ്വാസത്തോടെ പാടാം. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. ഇല്ല, ഇല്ല, ഹല്ലേലൂയ. ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്. എന്റെ യേശു കൂടെയുണ്ട്. എൻ്റെ യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഒരിക്കലുമില്ല. ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറും. യേശു വാക്ക് മാറുകയില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.